ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയേണ്ട സമയമല്ലത്. ഓൾറെഡി 12:15 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പണായി. അതിനുശേഷം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, പുതിയൊരു ഹൈ അടിച്ചു, വീണ്ടും പ്രീവിയസ് ലോഡ് അവിടെ വന്ന് ട്രേഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രീവിയസ് ലോ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് പ്രീവിയസ് ലോ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ലോ ചെറിയൊരു സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു സോൺ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രീവിയസ് ലോ വരുന്നത്. ആ ലോവിലേക്ക് അടുക്കും തോറും ക്യാൻഡിലിൻ്റെ വൈഡ് റേഞ്ച് ക്യാൻഡിലായിരുന്നു. അതിനുശേഷം ക്യാൻഡിലിൻ്റെ ബോഡി ചെറുതായിട്ടുണ്ട്. അതായത് ഇവിടെ ചെറിയൊരു ഫൈറ്റ് നടക്കാനുള്ള സാധ്യതകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആസ് പെർ 15 മിനിറ്റ്. അതുപോലെ അത് പ്രീവിയസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ, ഇത് പ്രീവിയസ് ഡേ ഹൈ അല്ല. പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിലാണ് പ്രീവിയസ് ഡേ ഹൈ. ബട്ട് പ്രീവിയസ് ഡേ ഉണ്ടായ ഒരു വലിയ ഫോളിൻ്റെ ആ സെയിം ലെവലിൽ തന്നെ ആ ഒരു റിജക്ഷൻ വന്നിട്ടാണ് അത് ലോയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു റെസിസ്റ്റൻസ് ആയ സ്ഥിതിക്ക് നമുക്ക് ഒരു ചെറുതായ ഒരു റെഡ് ഷെയ്ഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആസ് പെർ 15 മിനിറ്റിന് നമുക്ക് ഉള്ള രണ്ട് ലെവൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ജസ്റ്റ് ഞാൻ ഡേ ക്യാൻഡിൽ നോക്കട്ടെ. നമ്മൾ ഈ ഒരു ലെവലിലൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗ്യാപ് ഡൗൺ ഒക്കെ ആയിട്ട് നേരെ ഫോൾ, കണ്ടിന്യൂസ് ഫോളിനായിട്ടാണ് വന്നത്. അവിടെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊന്നും നമുക്ക് സേഫ് ആയിട്ടുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ആസ് പെർ ഡേ ചാർട്ട് നമുക്ക് ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ മൂവിങ് ആവറേജ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഈ ഒരു ഓർഡർ ബ്ലോക്ക് ശരിക്കും നമുക്ക് ഇത്ര ലെവൽ വരും. ഓക്കെ, ഇത്ര വലിയ റിസ്ക് എടുക്കാനുള്ളൊരു ഇതാണ് ഡേ ചാർട്ട് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ. എത്ര ദിവസമായി? ഇപ്പോൾ ഇന്നത്തെ ദിവസം കൂട്ടാണ്ട് 1, 2, 3, 4, 5, 6, 7 കണ്ടിന്യൂസ് 7 ഡേയ്സ് ഫോളാണ്. അപ്പം എന്തായാലും നമുക്ക് ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്യണം. അത് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻഡിക്കേഷൻ കാര്യങ്ങളുണ്ടോ നോക്കാം. ഇതേപോലെ ചെറിയൊരു സപ്പോർട്ടീവ് ലെവലിൽ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പെർ 15 മിനിറ്റ് ചെറിയൊരു വീക്ക്നെസ് ഞാൻ പറഞ്ഞത്. ഇവിടെ വലിയൊരു ക്യാൻഡിലൊന്നും, പിന്നെ ക്യാൻഡിലിൻ്റെ ബോഡി ചെറുതായി. അതിനകത്ത് അവിടെ ചെറിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ സൈഡ് വേസ് കാണാനുള്ള ചാൻസ് ആണ് അവിടെ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഈ സൈഡ് വേസ് ചെയ്ത് ട്രേഡ് ചെയ്ത് നടക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കറന്റ് നമുക്ക് സേഫ് ആയിട്ടുള്ള എൻട്രി ലെവൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു ട്രേഡ് ആണെന്ന് വെച്ചാൽ സേഫ് ആയിട്ടുള്ള ട്രേഡ് അല്ല. ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഡൗൺ ആയി. ആ ഒരു ബ്രേക്ക് ഡൗൺ ആവണ ക്യാൻഡിലിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് സെല് ചെയ്യാം ഈ ഒരു സോണിൽ തന്നെ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് ആയി ആ ഒരു ക്യാൻഡിലിന്റെ സ്ട്രെങ്ത് അനുസരിച്ച്. പക്ഷെ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു മൂവിങ് ആവറേജിന്റെ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടും അവിടെ ആ ഒരു ഫൈറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ ക്വാണ്ടിറ്റി, ഇപ്പോൾ നിങ്ങൾ 100 ക്വാണ്ടിറ്റി എടുക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 30 ക്വാണ്ടിറ്റി എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ആ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വരുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ ഒരു 1:3 നമുക്ക് ടാർഗറ്റ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. 1:3 ഈ ഒരു ലെവൽ നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ട് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലും കൂടുതൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല. റിസ്ക് ആയിട്ടുള്ളൊരു ട്രേഡാണ്. അപ്പം എന്തായാലും നമ്മൾ യെസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് ട്രേഡ് എടുക്കാം. അല്ല, ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് ആവുന്നതെങ്കിൽ ഇതൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആയിരിക്കണം. അതിനുശേഷം ഈ ഒരു ലെവലിൽ വന്ന് ക്യാൻഡിൽ വീക്ക്നെസ് കാണിച്ചു കഴിഞ്ഞാൽ, ക്യാൻഡിൽ വീക്കാണെന്ന്
ഉള്ള ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ സെല്ലിങ്ങിന് ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ ഓപ്പൺ ടാർഗറ്റ് മിനിമം 1:3 ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് എന്താണ് ലെവൽസ് എന്നും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എന്തായാലും വാച്ച് ചെയ്യാം. അപ്പം എന്തെങ്കിലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം, ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ച പോലെ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് ഒരു ട്രേഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ക്യാൻഡിലും അതുപോലെ പിന്നെ വരുന്ന ക്യാൻഡിലും നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത ട്രേഡ്സും എടുക്കുക. അതായത് എൻട്രി നമ്മൾ ഈ സോണിൻ്റെ ഹൈ ആയിരിക്കും, ടാർഗറ്റ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിയെങ്കിലും അതൊരു ലിക്വിഡിറ്റി ഗ്രാബ് ആയിരുന്നു, അതൊരു ഫേക്ക് ഔട്ട് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ട്രേഡിൻ്റെ ലെവൽ ഇതായിരുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു ക്യാൻഡിൽ വന്നു, ഒരു ബിയറിഷ് ക്യാൻഡിലിന് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ചെറിയ റിസ്കിൽ, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, ഈ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കിയ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വെച്ചിട്ട് ഇവിടെ ഒരു 1:3 ഞാൻ വെയിറ്റ് ചെയ്തത് ട്രേഡ്. ഓക്കെ, അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ ഹൈ വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ റിസ്ക് കാണിച്ചു. പക്ഷേ എന്താണ് ഇവിടെ ഒരു പ്രശ്നം പറ്റിയത്? ഇവിടെ നമുക്കൊരു ഇൻഡിക്കേഷൻ വന്നിട്ടില്ല. അതായത് ബ്രേക്ക് ഡൗൺ ആയി റീടെസ്റ്റ് ലെവലിൽ എത്തി, പക്ഷെ ആ ലെവലിൽ എത്തുമ്പോൾ നോക്കിയാൽ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് നമുക്ക് കണ്ടത്. പക്ഷെ ഈ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഈ ഒരു റിസ്ക് ഞാൻ ട്രേഡ് എടുത്തു, പക്ഷെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അതിനുശേഷം നമുക്കൊരു പ്രോഫിറ്റ് ട്രേഡ് നമ്മൾ ബുക്ക് ചെയ്തു. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ നിന്ന് ആ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത കാരണം നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഇൻഡിക്കേഷൻ കിട്ടാനായിട്ട് കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്തു. പിന്നത്തെ ക്യാൻഡിൽ നേരെ താഴെ വരെ വന്നു. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വിടുകയാണെങ്കിലും ഈ ഒരു ലെവൽ എത്തിയപ്പോൾ കറക്റ്റ് ഈ ഒരു ക്യാൻഡിലിനെ എൻഗുൾഫ് ചെയ്തു, ഫുള്ള് കവർ ചെയ്തു ഈ ഒരു ലെവലിൽ. ഓക്കെ, ബൈയിങ് ഡിസിഷൻ വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം പിന്നെയും ഒരു ക്യാൻഡിൽ ഇവിടെ വന്നു, പോസിറ്റീവായിട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ട്രേഡ് എടുക്കാന്നുള്ള ഒരു മൈൻഡിൽ വെയിറ്റ് ചെയ്തു. പക്ഷെ വീണ്ടും അത് ഈ ഒരു ക്യാൻഡിൽ എൻഗുൾഫ് ചെയ്തു, പക്ഷെ ക്ലോസ് ചെയ്തത് താഴെയാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുകയും ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കി ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ പുതിയ ഹൈ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഹൈ, ഇവിടെ ഒരു ഹൈ, അതേപോലെ തന്നെ മുകളിൽ വീണ്ടും ഒരു ഹൈ കിട്ടി. അതിനുശേഷം ഇവിടെ നല്ല റിജക്ഷനുള്ളൊരു ബൈയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാൻഡിൽ കണ്ടു. അപ്പം നമ്മൾ എന്താണ് ഇവിടെ നിന്നല്ല ബൈ ചെയ്യുക, നമ്മൾ ഓൾറെഡി നമ്മളെ ബൈയിങ് ലെവല് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡിക്കേഷനാണ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ബുൾസ് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഒരു അനാലിസിസിൽ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഇൻഡിക്കേഷൻസ് വന്നു തുടങ്ങി. അപ്പോൾ കറക്റ്റ് ഈ ഒരു ലെവലിൽ എൻട്രി നമ്മൾ കറക്റ്റ് നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ച പോലെ അവിടെ ഒരു എൻട്രിയും വെച്ചു. കറക്റ്റ് ആ സോണിൻ്റെ ലോയിൽ ഇവിടെ നമ്മളൊരു ടാർഗറ്റും വെച്ചു. അപ്പോൾ ആ ട്രേഡ് നോക്കിയാൽ 1:5.8, ഓൾമോസ്റ്റ് 1:6 ഒരു ട്രേഡ് ആയിരുന്നു അത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഈ ഒരു ലേറ്റ് എൻട്രി ആയിട്ട് അതിൻ്റെ പിന്നിൽ കൂടെ ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആയിട്ട് നമ്മുടെ ട്രേഡ് എടുക്കാൻ നിന്നില്ല. നമ്മൾ ഓൾറെഡി എൻട്രിയും എക്സിറ്റും നമ്മൾ ഓൾറെഡി മുമ്പേ ഡിസൈഡ് ചെയ്ത് വെക്കും. അതിനുശേഷം ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല. അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ലോസ് മാറ്റാനോ ടാർഗറ്റ് മാറ്റാനോ ഒന്നുമില്ല. നമ്മുടെ അനാലിസിസ് എന്തായിരുന്നോ അത് മാത്രം നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ലെവലിൽ എൻട്രി പ്ലാൻ ചെയ്ത് വെച്ചു, സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അതിനുശേഷം കറക്റ്റ് അത് ഇവിടെ വന്ന് ട്രേഡ് നമുക്കൊരു എൻട്രി തന്നു. അതിനുശേഷം നേരെ നമ്മളെ ടാർഗറ്റ് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കവർ ചെയ്തു. എത്ര ക്യാൻഡിൽ? 1 2 3 4 5 6 7 8 40 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മളെ ടാർഗറ്റ് കവർ ചെയ്തു. അതിനുശേഷം നേരെ ഇവിടെ എക്സിറ്റിംഗ് ചെയ്തു. പിന്നെ മാർക്കറ്റ് സൈഡ് ബൈ സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ, നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ ഇല്ല ഇവിടെ. ഇത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച പോലെ ഇവിടെ ഒരു ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷെ ഇവിടെ നമുക്ക് ഒരു 1:6 ഓൾമോസ്റ്റ് നമുക്കൊരു ട്രേഡ് കവർ ചെയ്യാനും പറ്റി. അപ്പോൾ ഓരോ നമ്മൾ പ്രോഫിറ്റിലാണ്. അപ്പോൾ ഈ രണ്ട് ട്രേഡും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ ഏതൊരു കമ്പനിയിൽ നിങ്ങൾ പെട്ടെടുക്കാൻ അല്ലെങ്കിൽ എന്തൊരു ഡിസിഷൻ, അതായത് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റാത്തൊരു സ്റ്റേജിലാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും സ്റ്റോക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്ക് കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യും.
ഓക്കെ, നമുക്കിപ്പോഴും അറിയാം ഓവറോൾ ട്രെൻഡ് എന്താണ്. ഓവറോൾ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം ഒരു സ്കാൽപ്പിങ്ങിന്റെ ഭാഗമാണ്. ഓവറോൾ ട്രേഡ് അല്ലെങ്കിൽ ഓവറോൾ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു സെൽ ഓർഡർ ഞാൻ ഇൻഡിക്കേഷൻ ഇല്ലാണ്ടും എടുത്തത്. പക്ഷെ ആ ഒരു റിസ്ക് ഞാൻ പെർഫെക്റ്റ് ചെയ്യുന്നു. അതായത് ഞാൻ ട്രേഡ് എടുക്കാനുണ്ടായ റീസൺ ഈ ഒരു ക്യാൻഡിലാണ്. ആ റീസൺ ആ ഒരു ക്യാൻഡിലെ ഹൈ ആണ് എന്റെ സ്റ്റോപ്പ് ലോസ്. ആ ഒരു റിസ്ക് മാനേജ് ചെയ്താണ് ഞാൻ ട്രേഡ് എടുത്തത്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്യാണ്. നമുക്ക് കവർ ചെയ്തു. ഇനി നമുക്ക് ഇനിയിപ്പോ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതിൽ അർത്ഥമില്ല. ഓൾറെഡി 3 മണി അതിനൊരു 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ. ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ഫോള്, ഇതൊരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തു. ഇതൊരു ഫേക്ക് ഔട്ട് പോലെ എല്ലാവരും പറ്റിച്ചു. നേരെ വീണ്ടും തിരിച്ചു വരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഞാൻ ഇവിടെ അനാലിസിസ് ഒക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഈ ഒരു പുതിയ അനാലിസിസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ട്രേഡ് എടുത്ത ലെവൽസും വായിക്കുന്നു. ഈ ലെവൽസിന് ആവശ്യമില്ല. ഇപ്പോൾ ഇതെല്ലാം ഇൻട്രാഡേ ലെവൽസ് ആണ്. ഇതൊന്നും പിറ്റേ ദിവസമൊന്നും ആക്റ്റീവായി വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇവിടെ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഇവിടെ അത് ക്ലോസ് തന്നെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഫോണിലെ ഓർഡർ ബ്ലോക്ക്. യെസ്, ഇവിടെ നമുക്ക് 2 ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഒന്ന് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. യെസ്, അതേപോലെ ഇതും നമുക്ക് ഈ ഒരു റേഞ്ച് നമുക്കൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, പക്ഷെ നമുക്ക് അതിനുള്ള ലിക്വിഡിറ്റിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആണ്. സോറി, ചെറിയ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ഉണ്ടാകും. ഞാൻ 15 മിനിറ്റിലാണ്. 15 മിനിറ്റിലെ ഓർഡർ ബ്ലോക്ക് ആണത്. ഇവിടെ നമുക്ക് 5 മിനിറ്റിലെ കറക്റ്റ് ഓർഡർ ബ്ലോക്ക്. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഓർഡർ ബ്ലോക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ലിക്വിഡിറ്റി നമുക്ക് ആകെ കിട്ടിയത് ഈ ഒരു ലിക്വിഡിറ്റി മാത്രമാണ്. പക്ഷെ അതൊരു സേഫ് അല്ല. ബട്ട് ആ ഒരു ലിക്വിഡിറ്റി വർക്കൗട്ട് ചെയ്തു. ബട്ട് അതൊരു സേഫ് ആയിട്ടുള്ളൊരു എൻട്രി അല്ല അത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ ട്രേഡ്. അപ്പം ഇനി നാളത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാം എന്താണ് അനാലിസിസും എല്ലാം കാണാം. ആസ് പെർ ദ ഡെയിലി ചാർട്ട് സ്റ്റിൽ ഇറ്റ്സ് ബിയറിഷ് ഓൺലി. സീ കണ്ടിന്യൂസ് ആയിട്ട് ബിയറിഷ് ക്യാൻഡിൽ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ പ്രീവിയസ് ഡേയുടെ ക്ലോസിന്റെ താഴെയാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ക്ലോസ് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്യാൻ പോകുന്നത്. മേജർ ആയിട്ടുള്ള നമുക്ക് സപ്പോർട്ട് ഉള്ള ഒരു ലെവലാണ് ഈ ഒരു ലെവൽ. ഈ ഒരു ലെവൽ നമുക്ക് മൂവിങ് ആവറേജിന്റെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ, അതായത് ഒരു അപ് ട്രെൻഡിന്റെ സപ്പോർട്ട് ഉണ്ട്, സ്വിംഗ് ലോ ഉണ്ട്, അതുപോലെ ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഒരു ലിക്വിഡിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓർഡർ ബ്ലോക്കിന് മുമ്പ് നമുക്ക് ലിക്വിഡിറ്റി ലെവൽസ് ഉണ്ട്. ഇതിന് നമുക്ക് ചെറിയൊരു ലിക്വിഡിറ്റി ലെവൽസ് ആയിട്ട് കാണാം. ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ലെവൽസ് ഉണ്ട്. ഇതും ലിക്വിഡിറ്റി ലെവൽസ് ആണ്. അപ്പോൾ ഈ ഒരു ഡേ ചാർട്ട് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇൻഡ്യൂസ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ നേരെ തട്ടിച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെങ്ങനെ കൺഫേം ചെയ്യും? നേരെ ചെറിയ ടൈം ഫ്രെയിമിൽ പറയാം, 15 മിനിറ്റോ. അത് വന്നതിന് ശേഷം നമ്മുടെ സോണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അവിടെ ഡൗൺ ടു ഹൈ, അതായത് ഡൗണിൽ നിന്ന് ഹൈയിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് നല്ല രീതിയിലൊരു സ്വിംഗ് ട്രേഡ് ചെയ്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ലെവലാണ്. ബട്ട് കൺഫർമേഷൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. അപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക.